നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീച്ചൂളയ്ക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് CPM നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. പുഷ്പം പോലെ തങ്ങൾ ജയിച്ചു കയറും എന്നുള്ള ആത്മവിശ്വാസമായിരുന്നു ശബരിമല വിവാദം വരുന്നതിന് മുൻപ് വരെ CPMനുണ്ടായിരുന്നത്. എന്നാൽ ശബരിമല വിഷയം പൊട്ടിത്തെറിയിൽ നിൽക്കുന്നതോടുകൂടി താഴെ തട്ടിലുള്ള പ്രാദേശിക നേതാക്കൾക്കും അതുപോലെ തന്നെ പ്രവർത്തകർക്കും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വീട് കയറി ഇറങ്ങി വോട്ട് ചോദിക്കാൻ അവർ ഭയക്കുന്നു. ശബരിമല തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന് പറയുമ്പോഴും അതിനേക്കാളൊക്കെ സർക്കാരിനെ വെട്ടിലാക്കിയതും പാർട്ടിയെ കുടുക്കിയതും ശബരിമല വിഷയം തന്നെയാണ്. എന്നാൽ എങ്ങനെയും മൂന്നാം തവണ അധികാരം പിടിച്ചേ മതിയാകൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് പിണറായി വിജയനും കൂട്ടരും. അതായത് ഇത് നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ്. നമുക്കറിയാം 2019 സമയത്തൊക്കെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറിയാണ് ശബരിമലയിൽ നടന്നത്. എന്നാൽ ആ ഒരു വലിയ പ്രതിസന്ധിക്ക് നടുവിൽ നിൽക്കുമ്പോഴും പുഷ്പം പോലെയായിരുന്നു CPM വിജയിച്ചു കയറി രണ്ടാം തവണ അധികാരം പിടിച്ചത്. അപ്പോൾ CPMകാർ ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്: അയ്യപ്പൻ ഞങ്ങളോടൊപ്പമാണ് എന്നുള്ളത്. എന്നാൽ ഇത്തവണ അതല്ല ചിത്രം. അടിമുടി പതറി നിൽക്കുകയാണ്. അന്ന് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതായിരുന്നു വിഷയമെങ്കിൽ അത് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPM തടി തപ്പി. പക്ഷേ ഇന്നിപ്പോൾ ശബരിമലയിൽ നിന്ന് സ്വർണം കൊള്ളയടിച്ചതാണ് വിഷയം. സ്വർണ്ണക്കൊള്ളയുടെ ഓരോ വശങ്ങളും പുറത്തേക്ക് വരുമ്പോൾ CPMലെ നല്ല കമ്മ്യൂണിസ്റ്റുകൾ പോലും ഇപ്പോൾ ഭയക്കുകയാണ്. കാരണം എല്ലാം അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. മഞ്ഞ കളറിൽ കണ്ടത് എല്ലാം സ്വർണ്ണമാണെന്ന് പറഞ്ഞ് എല്ലാം അടിച്ചു കൊണ്ടുപോയി എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അതായത് മൂന്നാം തവണ അധികാരം കിട്ടിയില്ലെങ്കിൽ അത് അയ്യപ്പ കോപം എന്ന് വിശ്വാസികൾ വ്യാഖ്യാനിക്കും. അത് പിന്നീട് CPMന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. ഇതുകൊണ്ടാണ് തലകുത്തി നിന്നിട്ടായാലും വേണ്ടില്ല, ആരെ കൊന്നുകൊല വിളിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, അധികാരം കിട്ടിയിരിക്കണം എന്നുള്ള ഒരു നീക്കത്തോടെയാണ് CPM ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. അധികാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കടുത്ത മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ് CPM. പാർട്ടിയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന 2 ടേം വ്യവസ്ഥ ഇത്തവണ കർശനമായി നടപ്പാക്കില്ല എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വിജയം മാത്രം മാനദണ്ഡമാക്കി 2 തവണ കഴിഞ്ഞവരെയും മത്സര രംഗത്ത് നിലനിർത്താനാണ് പാർട്ടി ആലോചിക്കുന്നത്. അതായത് ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തുകയാണ്. ജനസമ്മതിയുള്ള CPMന്റെ നേതാക്കളെ എല്ലാവരെയും മത്സര രംഗത്തേക്ക് ഇറക്കാൻ തന്നെയാണ് പാർട്ടി തീരുമാനിക്കുന്നത്. പിണറായി വിജയൻ എതിർപ്പുള്ള പലരുമുണ്ട്. എന്നാൽ ആ എതിർപ്പ് പോലും ഇപ്പോൾ വകവയ്ക്കാൻ ഒരുക്കമല്ല. കേന്ദ്രത്തിൽ നിന്ന് PBയും അതിശക്തമായി തന്നെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഈ പാർട്ടിയുടെയും സർക്കാരിൻ്റെ പിടിപ്പുകേടുകൾ കൊണ്ടും വലിയ പ്രതിസന്ധിയിലേക്കാണ് പാർട്ടി വീണിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാം പിണറായി വിജയൻ മാത്രം അങ്ങ് തീരുമാനിക്കാം എന്ന് കരുതണ്ട എന്നുള്ള കടുത്ത വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വരികയാണ്. പിണറായിക്ക് അവമതിപ്പുള്ളവരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണല്ലോ ഇതുവരെയുള്ള ചരിത്രം. എന്നാൽ ഇനി അത് നടക്കില്ല എന്ന് പല നേതാക്കളും ആവർത്തിച്ചു പറയുകയാണ്. മുന്നിൽ നിന്ന് നയിക്കുന്നത് പിണറായി തന്നെയാണ് എന്നുള്ളത് ഏതാണ്ട് വ്യക്തമാകുന്നു. എന്നാൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് പിണറായി മത്സരിക്കുമോ? അതൊരു ചോദ്യമാണ്. എന്നാൽ ജനങ്ങളുടെ ഒരു പൾസ് അറിഞ്ഞു വേണം ഇത്തവണ നേതാക്കന്മാരെ നിർത്താൻ എന്നുള്ളതാണ് തീരുമാനം. അതിൽ ടേം വ്യവസ്ഥയൊക്കെ വലിച്ചു പുറത്തിട്ടിരിക്കുകയാണ്. 75 വയസ്സ് കഴിഞ്ഞവരെ പാർലമെന്ററി രംഗത്ത് നിന്ന് മാറ്റണമെന്ന വ്യവസ്ഥ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യത്തിൽ നടപ്പാക്കില്ല. പിണറായി അല്ലാതെ മറ്റാര് എന്ന ചോദ്യം പാർട്ടി സെക്രട്ടറി തന്നെ ഉന്നയിച്ച സാഹചര്യത്തിൽ ധർമ്മടത്ത് അദ്ദേഹം തന്നെ ജനവിധി തേടും എന്നുള്ളത് ഏകദേശം ഉറപ്പാകുന്നു. മുഖ്യമന്ത്രിക്ക് പുറമെ V ശിവൻകുട്ടി, വീണ ജോർജ്, OR കേളു തുടങ്ങിയ മന്ത്രിമാരും വീണ്ടും മത്സര രംഗത്തുണ്ടാകും എന്നുള്ള സൂചനകളും വരുന്നു. സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തു വരുന്നത്. ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രന് ഇളവ് ലഭിച്ചേക്കില്ല. അതായത് പൂർണ്ണമായും കടകംപള്ളിയെ മാറ്റി നിർത്തുന്ന ഒരു നില സ്വീകരിക്കും. അല്ലെങ്കിൽ ജനങ്ങൾ ഇളകി ഇറങ്ങുമെന്നുള്ളത് പാർട്ടിക്ക് ഏതാണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കടകംപള്ളിക്ക് പകരം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെ കഴക്കൂട്ടത്ത് പരീക്ഷിച്ചേക്കും എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തവണ മത്സരരംഗത്തുണ്ടാകില്ല എന്നുള്ള സൂചനയുമുണ്ട്. ഗോവിന്ദൻ പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിൽ മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാറിനെ ഇറക്കാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട് എന്നുള്ള
ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. തലശ്ശേരിയിൽ സ്പീക്കർ എൻ ഷംസീറിന് പകരം മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സെക്രട്ടറി പി ശശിയുടെ പേരും സജീവമായി പരിഗണിക്കുന്നുണ്ട്. എം.വി. ജയരാജൻ, പി ജയരാജൻ എന്നിവരും കണ്ണൂരിൽ നിന്ന് കളത്തിലിറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് ചില ചർച്ചകൾ. ഇതിൽ പി ജയരാജന് അവസരം കൊടുക്കുമോ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പി ജയരാജനെ പിണറായിക്ക് കണ്ടുകൂടല്ലോ. കണ്ണൂരിൽ പിണറായിക്കും തലപ്പൊക്കത്തിലുള്ള നേതാവ് തന്നെയാണ് പി ജയരാജൻ. പി ജെ ആർമി കാത്തിരിക്കുകയാണ് പി ജയരാജന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി. അവർക്ക് പി ജയരാജൻ ഉയർന്നു വരണം, വലിയ സ്ഥാനങ്ങളിൽ എത്തണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത്. എന്നാൽ കാലങ്ങളായി പിണറായി വിജയൻ പി ജയരാജനെയും പി ജെ ആർമിയെയും ചവിട്ടി ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ എതിർ ശബ്ദങ്ങൾ ഇടയ്ക്കിടെ കണ്ണൂരിൽ നിന്ന് ഉയർന്നു വരാറുണ്ട്. എന്നാൽ അതൊന്നും പിണറായി വിജയൻ വകവെക്കാറില്ല. പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ അവരെ തളച്ചിടാനുള്ള ശ്രമമാണ് എല്ലാ കാലത്തും പിണറായി സ്വീകരിക്കുന്നത്. പി ജയരാജനും പാർട്ടിക്ക് അതീതനായി ഒന്നും പറയാറില്ല. പാർട്ടിയാണ് പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. അല്ലാതെ പിണറായി വിജയനെ പോലെ സ്വന്തം കുടുംബം, സ്വന്തം നിലനിൽപ്പ് എന്നുള്ള ചിന്താഗതിക്കാരനല്ല. ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനാണ് പി ജയരാജൻ. അതുകൊണ്ട് തന്നെ പി ജയരാജന് ഇത്തവണ അവസരം കൊടുക്കണം എന്നുള്ളത് കണ്ണൂരിലെ ബഹുഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകളുടെയും ആവശ്യമാണ്. അതിന് വഴി ഒരുങ്ങുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. കാരണം പി ജയരാജൻ അവസരം കിട്ടി, പി ജയരാജൻ വിജയിച്ചു കയറിയാൽ പിണറായി അപ്രസക്തനാകും. പിണറായിക്ക് മുകളിലേക്ക് പി ജയരാജൻ വളരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിന് പിണറായി ആയിട്ട് വഴി വെച്ചു കൊടുക്കുമോ എന്നുള്ളതും കണ്ടറിയണം. പക്ഷേ എന്നാൽ പിണറായി വിജയന്റെ കടുംപിടുത്തം എല്ലാം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് പാർട്ടിയിൽ പലരും ഇപ്പോൾ എതിർത്ത് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എം.വി. ഗോവിന്ദനെ മാറ്റി നിർത്തുന്നത് എന്തിന് എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എങ്കിൽ ആ കസേര കുറെ കാലമായി നോക്കുന്ന ആളാണ് എം.വി. ഗോവിന്ദൻ. ഇത് മനസ്സിലാക്കിയിട്ടാണോ ഗോവിന്ദനെ മാറ്റി നിർത്തുന്നതും എന്നുള്ള ചോദ്യമുണ്ട്. മാത്രമല്ല എം.വി. ഗോവിന്ദൻ കേരളത്തിലെ ജനങ്ങളെ വെറുപ്പിച്ചു കളഞ്ഞ ഒരു മനുഷ്യനാണ്. അതായത് ജനങ്ങളെ പരിഹസിക്കുകയും അതുപോലെ തന്നെ എല്ലാവരെയും പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കാണുന്ന ഒരു മനോഭാവമാണ് എം.വി. ഗോവിന്ദനുള്ളത്. മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറുകയും പാർട്ടി ആഫീസിലെ ഗുണ്ടായിസം പൊതുമധ്യത്തിൽ വന്നു നിന്ന് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എം.വി. ഗോവിന്ദനെ നിർത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് പാർട്ടിയിലുള്ളവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കടുത്ത മത്സരം നേരിടുന്ന 40ഓളം മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം.എൽ.എമാരെ മാറ്റാനോ മണ്ഡലം മാറ്റാനോ ആണ് പാർട്ടി നീക്കം. പേരാമ്പ്രയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായാൽ പ്രതിരോധിക്കാൻ LDF കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ രംഗത്തിറങ്ങും. രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസിനെ ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്ന കാര്യവും സജീവ പരിഗണനയിലുണ്ട്. KK ശൈലജയെ മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചും ആലോചനയുണ്ടെന്നും അവർക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർ മാറണമെന്ന കർശന വ്യവസ്ഥ ഇത്തവണ പല പ്രമുഖർക്കും ബാധകമായേക്കില്ല. ഇവിടെ CPM ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടാൻ പോകുന്നത് KK ശൈലജയെ തന്നെയാണ്. MA ബേബിയൊക്കെ ഇപ്പോൾ തന്നെ KK ശൈലജയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. പിണറായിക്ക് കണ്ടുകൂടാത്ത മറ്റൊരു നേതാവാണല്ലോ KK ശൈലജ. KK ശൈലജയ്ക്ക് വലിയ ജനപിന്തുണ കൂടിയതോടെയായിരുന്നല്ലോ വെട്ടിനിരത്താൻ പിണറായി തന്നെ പല കളി കളിച്ചത്. പക്ഷേ പിണറായി എത്ര അങ്ങോട്ട് വെട്ടിനിരത്തിയിട്ടും KK ശൈലജ അതിശക്തമായി തന്നെ ഉയർന്നു വരികയാണ്. അവർക്ക് അത്രത്തോളം ജനപിന്തുണയുണ്ട്. ടീച്ചർ അമ്മ എന്ന ഒരു സ്നേഹം ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് KK ശൈലജയോടുണ്ട്. മാത്രമല്ല CPM-ലെ വനിതാ നേതാക്കളിൽ അല്പമെങ്കിലും വകതിരിവും ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്ന ഒരാൾ KK ശൈലജ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊരു വലിയ സ്നേഹം KK ശൈലജയോട് ഇപ്പോഴുമുണ്ട്. അത് പാർട്ടിയിലെ നേതാക്കൾക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് KK ശൈലജയെ ഇറക്കണം എന്നുള്ള ആവശ്യം അവർ ശക്തമായി തന്നെ ഉയർത്തുന്നുമുണ്ട്. KK ശൈലജയുടെ മുഖം കാണിച്ച് തന്നെ ജനവിധി തേടണം എന്നുള്ള ആവശ്യവും CPM-ലെ പല നേതാക്കളും ഉയർത്തുന്നുണ്ട്. കോൺഗ്രസിൽ അവരെടുത്തിരിക്കുന്ന ഒരു തീരുമാനം യുവ നേതാക്കൾക്ക് വലിയ പിന്തുണ കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. എന്നാൽ CPM-ലേക്ക് വരുമ്പോൾ CPM-ലെ യുവ നേതാക്കളെ ജനങ്ങൾക്ക് കണ്ടുകൂടാത്തവരാണ്. പ്രത്യേകിച്ച് ആരെ ഉയർത്തി കാണിക്കാനാണ്? ജയിക്കിനെ എവിടെ കൊണ്ട് നിർത്തിയാലും തോറ്റു തുന്നം പാടുന്ന അവസ്ഥയാണ്.
ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ചിരിച്ചു കാണിച്ച് ഇളിഭ്യനായി എഴുന്നേറ്റ് പോകുന്ന ജയിക്കിനെ പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. പിന്നീട് ഡബിൾ എ റഹീം അങ്ങ് പാർലമെന്റിൽ പോയിരുന്ന് കേരളത്തെ നാണം കെടുത്തുന്ന പരിപാടികളാണ് കാണിച്ചു കൂട്ടുന്നത്. മറ്റൊന്ന്, ഈ പറയുന്ന CPM-ന്റെ യുവ വനിതാ നേതാക്കളെ ഇറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വകതിരിവുള്ള ഒരെണ്ണം ഇല്ല. ചിന്താ ജെറോം, ആര്യ രാജേന്ദ്രൻ, PP ദിവ്യ തുടങ്ങിയ എല്ലാം ജനങ്ങൾക്ക് കണ്ടുകൂടാത്ത നേതാക്കളാണ്. അതുകൊണ്ട് യുവാക്കളെന്നും പറഞ്ഞ് ആരെ പാർട്ടി ഉയർത്തി കാണിക്കും? അതും ഒരു ചോദ്യമാണ്. പിന്നെ വീണ ജോർജിന് വീണ്ടും അവസരം കൊടുക്കുന്നത് സഭയുടെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ തന്നെ പാർട്ടിയിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അടപടലം പാർട്ടിയിൽ വിള്ളലും തമ്മിലടിയും പരസ്പര കാലുവാരലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കോൺഗ്രസിൽ നടക്കുന്നത് പോലെ അത്ര പ്രകടമായി പുറത്തേക്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കോൺഗ്രസ് അവരുടെ പ്രചാരണം അതിശക്തമാക്കി നേരത്തെ തന്നെ കളം നിറയുകയാണ്. അപ്പോഴും CPM ആശയക്കുഴപ്പത്തിലും പ്രതിസന്ധിയിലുമാണ്. പലരെയും ഉയർത്തിക്കൊണ്ടുവരണം. പക്ഷേ പിണറായി വിജയന് അവമതിപ്പുള്ളവരെ ഉയർത്തുമോ? പക്ഷേ അങ്ങനെ പിണറായി വിജയന്റെ വാക്കും കേട്ടുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. നേതാക്കൾ കൂട്ടായി ഒരു തീരുമാനമെടുത്ത് അതിശക്തമായി തന്നെ എത്രയും വേഗം മുന്നോട്ടിറങ്ങണം എന്നുള്ള ആവശ്യമാണ് പല പ്രമുഖ നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അപ്പോഴും പ്രതിസന്ധികൾക്ക് നടുവിൽ കിടന്നുഴലുകയാണ് CPM. ഇതിവർ ചോദിച്ചു മേടിച്ച അടിയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.